ഞങ്ങളിപ്പോൾ ഉള്ളത് ട്രോളി ബാഗ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ അവിടുത്തെ എങ്ങനെയാണ് ഒരു ട്രോളി ബാഗ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന്റെ അടുത്ത് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കാണുന്ന ട്രോളി ബാഗുകൾ ആദ്യം വെറും ഇതുപോലെ ഒരു ഷീറ്റ് രൂപത്തിലുള്ള ഇതിനെ ചൂടുള്ള ഈ മെഷീനിലോട്ട് കയറ്റിവിട്ട് ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി അവർ ഡിസൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സെയിം ഡിസൈനിൽ അതായി മാറും കേട്ടോ. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചും ഡിസൈൻ അനുസരിച്ചും ഇവിടെ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെഷീനുകളുണ്ട്. എല്ലാ മെഷീനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും ഒരു കാണേണ്ട കാഴ്ച ഇതുണ്ടോ. ഇത് അങ്ങോട്ട് വന്നു, അതാ നിങ്ങൾ നോക്കിക്കുക, അത് പ്രസ് ചെയ്ത് ബലൂൺ പോലെ വീർത്ത് അത് കണ്ടോ ഒരു ട്രോളി ബാഗിൻ്റെ രൂപത്തിലും ഡിസൈനിലും ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണേണ്ട കാഴ്ച കേട്ടോ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ബാഗിൻ്റെ ഒരു സൈഡ് മാത്രമാണ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ മെഷീനിൽ വേറെ സൈഡും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം എടുത്ത് ഇതാ ഇവിടെ അവർ കൂട്ടിവെക്കും. അതിനുശേഷം ഇത് കട്ട് ചെയ്യാനും ഇതിനെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ വേറെ മെഷീനുകളുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതാ ഇവിടെ വേറെ ഒരു മെഷീനുണ്ട്. ഈ മെഷീനിലാണ് എക്സ്ട്രാ വരുന്ന അതിൻ്റെ പാർട്സുകൾ കട്ട് ചെയ്ത് മാറ്റുന്നതും. ആ മെഷീന് ഹോൾ ഇതുണ്ടല്ലേ, ഈ നമ്മുടെ ബാഗുകളുടെ സൈഡിലൊക്കെ ഇതുപോലെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതാ ഈ കാണുന്ന മെഷീനുകളിലാണ്. അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും മെഷീനുമായിട്ട്. അതിനനുസരിച്ചാണ് അവിടെ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, അത് കട്ട് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഇതെല്ലാം കൂടെ അവരെടുത്തോണ്ട് മേലെ കൊണ്ടുപോയി അവിടുന്ന് ശേഷം അതിൻ്റെ ട്രോളി ബാഗിൻ്റെ മറ്റേ നെട്ടും കാര്യങ്ങളെല്ലാം അവരവിടെ ഫിറ്റ് ചെയ്ത് അതൊരു പുതിയ ബാഗാക്കി മാറ്റും കേട്ടോ. അതിനുശേഷം എല്ലാവരും ഇൻസ്പെക്ഷനൊക്കെ ചെയ്ത് ഓരോന്നിൻ്റെ ഉള്ളിൽ 3 ബാഗിൻ്റെ സെറ്റ് വേണമെന്നാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കാട്ടൺ ബോക്സിലോ അവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ബാഗായിട്ട് വരുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ബാഗുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പലതും നമ്മുടെ നാട്ടിലോട്ടൊന്നും എത്തുന്നത് പോലുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുന്ന ക്വാളിറ്റി ആവറേജിലും താഴെയുള്ള ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ മാത്രം നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. ഈ പറയുന്ന നമ്മളെല്ലാവരും ചൈനയെ കുറ്റം പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ചൈനയിൽ നിന്ന് അമേരിക്കയിലുള്ള കസ്റ്റമേഴ്സ് അവർ നല്ല എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് അവരുടെ കൺട്രിയിലോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ക്വാളിറ്റിയും നമ്മൾ പ്രൈസ് കുറഞ്ഞത് മേടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചൈനയിൽ നിന്ന് ലോ ക്വാളിറ്റി സാധനങ്ങളും കിട്ടുന്നത്. അപ്പം നല്ല പ്രൈസ് കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഇതിനധികം വലിയ വിലയൊന്നുമില്ല കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാനും മറക്കല്ല കേട്ടോ.